വിദേശ ഫണ്ട് വരുന്നുണ്ട്, ഇഷ്ടംപോലെ പണം അങ്ങോട്ട് ഒഴുകുന്നുണ്ടെന്ന്. താങ്കൾ ജന്തർ മന്ദറിൽ എത്തിക്കഴിഞ്ഞല്ലോ അല്ലേ? ഞാൻ ജന്തർ മന്ദറിൽ പോയി അവിടെ പ്രൊട്ടസ്റ്റ് കണ്ടു. ഇവിടെ ഇലക്ട്രിഫൈങ് ആണ് യഥാർത്ഥത്തിൽ. വൈദ്യുതീകരണം എന്നൊക്കെ പറഞ്ഞത് ഇലക്ട്രിഫിക്കേഷൻ ആണ് ഇവിടെ നമ്മുടെ യുവാക്കൾക്കുള്ളത്. നമ്മുടെ യുവാക്കൾ ഇൻകുലാബ് സിന്ദാബാദും ഭാരത് മാതാ കി ജയും വന്ദേ മാതരവും ജയ് ഗാന്ധിയും ജയ് ഭഗത് സിംഗും ഒക്കെ വിളിച്ച് വരുന്നതാണ്. ഇതിൽ ആരാ വിദേശ ഫണ്ട് പറയുന്നത്? യഥാർത്ഥത്തിൽ നേരെ സർക്കാരിന് അനുകൂലമായി 15,000 മുതൽ 20,000 രൂപ തരാമെന്ന് പറഞ്ഞ് ഇവിടെ പല ഇൻഫ്ലുവൻസേഴ്സിനും ഇമെയിൽ അയച്ചിട്ടുണ്ട്. ആ ഇൻഫ്ലുവൻസേഴ്സ് ഫ്രെഡി പോലെ വളരെ ക്രെഡിബിലിറ്റി ഉള്ള, ഫ്രെഡി ലെഫ്റ്റ് ആണ്, ഞാൻ ലെഫ്റ്റ് അല്ല, പക്ഷെ ഫ്രെഡി അടക്കം അതിന്റെ തെളിവുകൾ സഹിതം പുറത്തു വിട്ടിട്ടുണ്ട്, കൺസൾട്ടൻസിയുടെ പേര് വരെ. അതായത് യഥാർത്ഥത്തിൽ സർക്കാരിന് അനുകൂലമായി പ്രൊപ്പഗൻഡ ചെയ്യാൻ 15,000 രൂപ വെച്ച് കൊടുക്കുകയാണ്. അവിടെ ഇന്ത്യയിലെ യുവത്വം ഉണർന്ന് പോരാടുകയാണ്. രണ്ട്, അഥവാ ഇന്ത്യയിലേക്ക് ഫോറിൻ ഫണ്ട് വന്നു എന്നിരിക്കട്ടെ, വന്നിട്ടില്ല, അവർക്ക് ചുമ്മാ പറയുന്നതാണ്. വന്നെങ്കിൽ നമ്മുടെ ഏജൻസീസ് എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഫോറിൻ ഫണ്ടിന്റെ ഭാഗത്ത് നിന്ന് ആരാ വന്നത്? യഥാർത്ഥത്തിൽ അവിടെ ആഹാരം വെച്ചു കൊടുത്ത പ്രധാനികൾ ആരാന്നറിയാമോ? നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ. അതിന്റെ വീഡിയോയും വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർ ജന്തർ മന്ദറിലേക്ക് ഫുഡ് അയച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് പോവുക. ഈ നാട് ഉണർന്നെണീച്ച് പോരാടുകയാണ്. അതിന് ഒരു രാഷ്ട്രീയപരമായി സാമൂഹികമായ ഉത്തരവില്ലെങ്കിൽ വിദേശ ഫണ്ടിടാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഇപ്പൊ എന്റെ സുഹൃത്തു കൂടിയായ അർണബ് ഗോസ്വാമി അടക്കമുള്ളവർ അമേരിക്കൻ CIA ഡീപ് സ്റ്റേറ്റ് ഫണ്ടിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ട്രംപും ജിഹാദിയായ, പണ്ട് മുസ്ലിങ്ങളെ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ അമേരിക്കക്കാരും പ്രശ്നമായ. അതായത് യഥാർത്ഥത്തിൽ ഈ പിച്ചും പേയും പറയുന്നത് പോലെയാണ് ഈ ആരോപണങ്ങൾ പറയുന്നത്. എന്റെ സ്വന്തം പൈസ നിങ്ങളെ പോലെ രാമക്ഷേത്രം കൊള്ളയടിച്ചതിന്റെ കാശ് എന്റെ ഇല്ല. എന്റെ സ്വന്തം കാശെടുത്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ TV ചാനലാണെന്ന് വിചാരിക്കില്ല. ഒരുതരം മാന്യതയില്ലാത്ത സംസാരിക്കുന്നത്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് യാതൊരു ഫണ്ടിങ്ങും നടന്നിട്ടില്ല. പക്ഷേ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി നിരവധി എല്ലാവരും കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് ഇത്തരം സമരത്തിന് പോകുന്നതെങ്കിൽ താങ്കൾ സമരം സംഘടിപ്പിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആയിരക്കണക്കിന് സമരങ്ങൾ കേരളത്തിലടക്കം സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. എനിക്കറിയാം എങ്ങനെ ഒരാൾ വരും, എത്ര ബുദ്ധിമുട്ടിയാലാണ്, ഏത് ത്യാഗവും സഹിച്ച ആളുകൾ ഇതിന് ഇങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ചില മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. താങ്കൾ അണ്ണാ ഹസാരയുടെ സമരത്തിൽ പങ്കെടുത്തതാണല്ലോ, അവിടെയും ഇങ്ങനെ ഫണ്ടിങ് ഉണ്ടായിരുന്നു. അവിടെ ഫണ്ടിങ് ഉണ്ടായിരുന്നു, കുറേയൊക്കെ ഫണ്ടിങ് ഉണ്ടായിരുന്നു. അല്ലല്ല, ഒരു സെക്കൻഡ്. എന്താ അറിയോ മഞ്ജുഷ, എന്റെ റേഞ്ച് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ എനിക്ക് സമയം തരണം. അണ്ണാസരയുടെ ഫണ്ട് ഇവർ മേടിച്ചു കാണും. ഞാൻ അണ്ണാസരയുടെ സമരത്തിന് പോയതാണ്. ഞങ്ങൾ ആരും ഫണ്ട് മേടിച്ചില്ല. ഫണ്ട് മേടിച്ച് രാജ്യത്തിന് വേണ്ടി പോരാടേണ്ട ആവശ്യം നമുക്കില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലം തൊട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ പിന്തുടരുന്നവരാണ് നിങ്ങൾ. അപ്പൊ നമുക്ക് ഫണ്ട് മേടിക്കേണ്ട കാര്യമില്ല. ഫണ്ട് മേടിക്കേണ്ട ചില ആൾക്കാരുണ്ട്. അല്ല, അപ്പൊ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇതുപോലെ സമരം സംഘടിപ്പിക്കാൻ കഴിയാത്തത്? അവർക്ക് ഇതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണോ? ഇവിടുത്തെ ഇന്ത്യ മുന്നണിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഇങ്ങനെ സമരം സംഘടിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. അവർ ഇവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അവർ ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. ഒരു സെക്കൻഡ് മഞ്ജുഷ ഒരു സെക്കൻഡ്. അദ്ദേഹത്തെ കാട്ടി ബഹളം വെക്കാൻ എനിക്കറിയാം. വേണമെങ്കിൽ നമുക്ക് ഒരു ഷൗട്ടിംഗ്, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ കാട്ടി ബഹളം വെച്ച് സംസാരിക്കാൻ കാണിക്കാം. രണ്ട്, ശരി, ഞാൻ അതുകൊണ്ടാണ് എന്റെ ഇന്റർനെറ്റ് വീക്കാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സമരത്തിൽ നിങ്ങളൊക്കെ ഫണ്ട് മേടിച്ചിട്ടാണ് പോയത്. നിങ്ങളൊക്കെ പോയത് ഈ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. കോൺഗ്രസിനെതിരായിരുന്നുള്ള സമരം, അണ്ണാഹസാരയുടെ സമരത്തിന്, ബാബ രാംദേവിന്റെ സമരത്തിന് നിങ്ങളൊക്കെ കാശ് മേടിച്ചിട്ടാണ് പോയത്. ഈ രാജ്യത്തിന് വേണ്ടി അന്ന് 2G സ്പെക്ട്രം ഒക്കെ അടക്കം ഉണ്ടായിരുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയതാണ്. ഈ കാശ് മേടിക്കുക എന്ന് പറയുന്നത് ഒരു ആർഗ്യുമെന്റ് ആണ്. അത് പറയരുത്, അത് വൃത്തികേടാണ്. നിങ്ങൾ സ്വയം ഡീമീൻ ചെയ്യുന്ന പോലെയാണ്. ഇനി രണ്ട്, പ്രൊട്ടസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം ജയിലിൽ പോയത് ഞാനാണ്. അതായത് എന്റെ മുത്തശ്ശി, എന്റെ അമ്മയും ഞാനും, ഞങ്ങളും സമരമൊക്കെ കണ്ടിട്ടുണ്ട് സാർ. സമരം ആരുടെയും കുത്തകയൊന്നുമല്ല. രണ്ട്, ഈ നാട്ടിൽ ഇടതുപക്ഷത്തില്ലേ BJP ചെയ്യുന്നതിനെക്കാട്ടി അപ്പുറം ഇടതുപക്ഷ പ്രധാനം സമരം ചെയ്തിട്ടുണ്ട്. അവർക്ക് നാഷണൽ ഇമ്പാക്ട് കുറവാണ്. കോൺഗ്രസ്സുകാർ സമരം ചെയ്തിട്ടില്ലേ? അപ്പൊ ഒരു സമരത്തെ ബഹുമാനത്തോടെ കാണണം. രണ്ട്, മോദിജി ബഹുമാനത്തോടെയല്ലേ കാണുന്നത്? അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ രാത്രി 12 മണിക്ക് എണീച്ച് ഫേസ്ബുക്ക് വീഡിയോ ചെയ്തു. അതിനെങ്കിലും ബഹുമാനിക്കണം. അതായത് മോദിജിയുടെ സ്വരം എന്താ? മോദിജിയോ അമിത്ഷായോ ഈ ഫണ്ടിന്, ഈ സംരംഭത്തിന് വെളിയിൽ നിന്ന് ഫണ്ട് വന്നെന്ന് പറഞ്ഞു. ഒരു തരം ഈ വാട്സപ്പിലെ സുമേഷ് കാവിപ്പടയുടെ ലെവലിൽ സംസാരിക്കരുത്. മോദിജിയോ അമിത്ഷാജിയോ അജിത് ഡോവലോ, അജിത് ഡോവൽ എന്ന് പറയുന്ന ഇന്ത്യൻ ജെയിംസ് ബോണ്ട് ഇവിടെ ഇല്ലേ? വിദേശ ഫണ്ട് വരികയാണെങ്കിൽ പിന്നെ പുള്ളിക്ക് എന്താ പണി? പുള്ളിയുടെ സാലറി കൊടുത്ത് വിട്ടിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയല്ല, ഒരു ആർഗ്യുമെന്റോടെ മീറ്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ രഞ്ജിനി ഹരിദാസ് കാശ് മേടിച്ചിട്ടാണ് പോയതെന്ന്. രഞ്ജിനി ഹരിദാസ് ജീവിതത്തിൽ ഉണ്ടാക്കിയ കാശിന്റെ 10-1 കാശ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടോ?
വ്യക്തി, രഞ്ജിനിയെ പോലെ ഒരു പ്രമുഖയായ വ്യക്തി അദ്ദേഹത്തിന്റെ കൺവിക്ഷനോട് കൂടി പോയതാണ്. രഞ്ജിനി ആവട്ടെ, ടോവിനോ ആവട്ടെ, മമ്മൂട്ടി കാശ് മേടിച്ചിട്ടാണോ പോയത്? അല്ലെങ്കിൽ മമ്മൂട്ടി കാശ് മേടിച്ചിട്ടാണോ പോസ്റ്റ് ചെയ്തത്? ടോവിനോ കാശ് മേടിച്ചിട്ടാണോ പോസ്റ്റ് ചെയ്തത്? ആസിഫ് അലി കാശ് മേടിച്ചിട്ടാണോ പോസ്റ്റ് ചെയ്തത്? പോട്ടെ, ലാലേട്ടന്റെ മകൾ വിസ്മയ കാശ് മേടിച്ചിട്ടാണോ? പക്ഷേ ഇവരൊക്കെ സെലക്റ്റീവ് ആണ് കേട്ടോ, സെലക്റ്റീവ് ആണ്. ശ്രീ രാഹുൽ സെലക്റ്റീവ് ആണ്. താങ്കൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കും, താങ്കൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കും, എല്ലാ സമരത്തിലും പങ്കെടുക്കും. അല്ലല്ല രാഹുലെ, താങ്കൾ എല്ലാ സമരത്തിലും പങ്കെടുക്കും, എല്ലാ കാര്യത്തിലും പ്രതികരിക്കും. പക്ഷെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പേരുകാരുണ്ടല്ലോ, അവരൊക്കെ സെലക്റ്റീവ് ആണ്, അവസരവാദമാണ്. എന്താ ഞാൻ മഞ്ജുഷ ഒരു കാര്യം പറയട്ടെ, അല്ല അവസരവാദം അല്ല, അവർ പ്രതികരണ തൊഴിലാളികളല്ല. എന്തോ ഇനി കൂടെ പറയാം, അതാണ് സെലക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാ പിന്നെ ഒന്നിലും പ്രതികരിക്കരുത്. ഒരു വർഷത്തിലധികം ആശാവർക്കർമാർ വെയിലും മഴയും കൊണ്ടുള്ള സമരം ചെയ്തിട്ട് അവരാരും പ്രതികരിച്ചില്ല. അല്ല, അവരെ താങ്കൾ കൂട്ടുപിടിക്കേണ്ട, താങ്കൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ആളാണ്. ശ്രദ്ധിക്കൂ, അതുകൊണ്ടാണല്ലോ താങ്കൾക്ക് വിദേശ ഫണ്ട് ഇറങ്ങിയുള്ള ആരോപണം നേരിടേണ്ടി വരുന്നത്. അങ്ങനെയല്ല മഞ്ജുഷ, അങ്ങനെയല്ല. അല്ല മഞ്ജുഷ എനിക്ക് ബഹളം വെക്കാൻ പറ്റില്ല. ഒരു സംഗതി ശ്രദ്ധിക്കൂ, ജൂലൈ 20 ഈ നാട്ടിലെ യുവാക്കളെ ക്രൂരമായി അടിച്ചപ്പോഴാണ് ഈ നാട് ഉണർന്നത്. ഇനി മുരളി മനോഹർ ജോഷി, ബി.ജെ.പിയുടെ സ്ഥാപക നേതാവും ഏറ്റവും ആദരണീയനായ ഒരു ഐഡിയോലോഗുമാണ്. മുരളി മനോഹർ ജോഷി ബംഗ്ലാദേശിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ടാണോ പെൺകുട്ടികൾക്ക് നേരെ വരെ ബ്രൂട്ടാലിറ്റി ഉണ്ടായെന്ന് പറഞ്ഞു? അമേരിക്കൻ CAA മുരളി മനോഹർ ജോഷി ആസാരെയും ഫണ്ട് ചെയ്യുന്നുണ്ടോ? മുരളി മനോഹർ ജോഷി എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു, ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ല, പകരം നമ്മൾ ഇതിനെ എമ്പതിയോടെ കൈകാര്യം ചെയ്യണം. യുവാക്കൾക്ക് കൺസേൺ ഉണ്ട്. മുരളി മനോഹർ ജോഷി എന്ന ബി.ജെ.പിയുടെ സ്ഥാപക നേതാവ് കാണിക്കുന്ന മര്യാദ, മോദിജി കാണിക്കുന്ന മര്യാദ, അമിത്ഷായും അജിത് ഡോവലും മിണ്ടാതെയാണെങ്കിലും കാണിക്കുന്ന മര്യാദ ബാക്കിയുള്ളവർ കാണിക്കണ്ടേ? ശരി, അഖിൽ ദേശവിരുദ്ധരും അതുപോലെ തന്നെ വിദേശ ഫണ്ട് കൈപ്പറ്റുന്നവരും എന്നുള്ള ഒരു ചാപ്പ കുത്തുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ നൽകിയത്. അഖിൽ, അല്ല, ഞാൻ ഈ ചർച്ചയിൽ എവിടെയെങ്കിലും അവർ അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് വിദേശ ഫണ്ട് ഉണ്ടെങ്കിൽ അത് അമിത്ഷാ അല്ലേ? വിദേശ ഫണ്ട് ഉണ്ടെങ്കിൽ അമിത്ഷായുടെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.